ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണല്ലേ. എല്ലാ കൂട്ടുകാർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2024 പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഉത്തരം സൗദി അറേബ്യ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പരിസ്ഥിതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? ഉത്തരം പെരിങ്ങളം, കോഴിക്കോട് ജില്ല. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏത്? ഉത്തരം നിശബ്ദ വസന്തം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏത്? ഉത്തരം നാഗാർജുന സാഗർ ടൈഗർ റിസർവ്. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഉത്തരം ആന. കേരളത്തിലെ ജൈവ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവിക്കുളം ദേശീയോദ്യാനം. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1986. വൻവൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതി ഏത്? ഉത്തരം ബോൺസായി. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത്? ഉത്തരം മൈന. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം തണ്ണീർത്തടങ്ങൾ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വതനിരകൾ ഏതാണ്? ഉത്തരം പശ്ചിമഘട്ടം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? ഉത്തരം പൂക്കോട് തടാകം. പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത്? ഉത്തരം ഇക്കോ മാർക്ക്. കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്